മർദ്ദിച്ചു എന്ന തരത്തിലല്ല, ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. തുടർച്ചയായി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ SFIയുടെ ഗുണ്ടായിസവും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല, അധ്യാപകർക്കെതിരെയും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു കോളേജ് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും SFI ക്രിമിനലുകൾ അതിമാരകമായി ആക്രമിക്കുകയും തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. SFI ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയെ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. SFIയെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും പാർട്ടിയുടെ നേതൃത്വം CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നില്ല. പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും SFI ക്രിമിനലുകളെ കയറൂരി വിട്ട് ഗുണ്ടായിസം കാണിക്കുകയാണ്. പ്രിൻസിപ്പാളെ ആക്രമിക്കുന്നു, അധ്യാപകരെ ആക്രമിക്കുന്നു. അതിനുശേഷം അതിഭീകരമായ തോതിലുള്ള ഭീഷണിയാണ്. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് SFI നേതാക്കൾ. പക്ഷെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല, കേസെടുക്കുന്നില്ല, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. പരസ്യമായി ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടും SFI ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരും CPIM പാർട്ടിയും. നമ്മൾ വൈത്തിരിയിൽ വെറ്റിനറി കോളേജിൽ ദാരുണമായ ഒരു ആക്രമണത്തിന് SFI നേതൃത്വം നൽകി ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ ക്രൂരമായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. ആ സംഭവം നടന്നതിന് ശേഷം കൊയിലാണ്ടിയിൽ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം SFI നടത്തി. ഇതൊന്നും നടപടിയെടുക്കാതെ ഇവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ പോകുന്നത്. CPIM അവരുടെ ദാരുണമായ പതനത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണിത്. ഇത്രയും പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും തെറ്റ് തിരുത്താൻ CPM തയ്യാറില്ല. അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കിട്ടിയത്. പക്ഷെ അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ CPIM നേതൃത്വവും സർക്കാരും തയ്യാറില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. തെറ്റുതിരുത്തും എന്ന് മാധ്യമങ്ങളോട് പറയുന്ന പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി മൗനം വെടിയണം. ഈ ക്രിമിനൽ സംഘങ്ങളെ കയറൂരി വിട്ട് ഇവിടെ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത നിയമവാഴ്ചയോട് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ കൊടും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമ നടപടികൾ വേണം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിലെ ഇന്ത്യ തിരിച്ചു വന്നതുപോലെ തന്നെ പാർട്ടി തിരിച്ചു വരുമെന്നാണ് MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. എങ്ങനെ തിരിച്ചു വരാനാണ്? തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തെമ്മാടിത്തങ്ങളെയും ഇത്തരം തെറ്റായ പ്രവണതകളെയും അവർ പ്രതിരോധിക്കണം. അതിനെതിരായിട്ട് അവർ നിലപാട് സ്വീകരിക്കണം. ഒരു കാലത്തും തിരിച്ചു വരില്ല. MP രാജേഷിനൊക്കെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രി എന്നുള്ള ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ആളാണ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയായിട്ട് MP രാജേഷും നമ്മുടെ റിയാസും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറും. അതിനപ്പുറം ഒരു തിരിച്ചുവരവിനും ഒരു സാധ്യതയും കേരളത്തിൽ ഇടതുപക്ഷത്തിനില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ചേലക്കരയിലും പാലക്കാടും എല്ലാം ഉപതെരഞ്ഞെടുപ്പുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ അതിന്റെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മത്സരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അല്ല, അങ്ങനെ പറയാൻ എനിക്കെങ്ങനെ പറ്റുന്നു? പാർട്ടിക്ക് ഒരു നയമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാവുന്നതുപോലെ നിങ്ങൾ BJPയെ കണക്കാക്കരുത്. മറ്റേത് ആങ്ങളെ പ്രഖ്യാപിക്കും പെങ്ങളാണെന്ന്. എനിക്കങ്ങനെ പറ്റുമോ? ഞങ്ങളുടെ ഒരു പാർട്ടിയാണ്, അതിനൊരു സംവിധാനമുണ്ട്. അത് കുടുംബ തീരുമാനമല്ല, ഒരു വ്യക്തിയുടെ തീരുമാനമല്ല. പാർലമെന്ററി ബോർഡുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പ്രപ്പോസൽ പോകണം. ധാരാളം നടപടിക്രമങ്ങളുണ്ട്. കോൺഗ്രസിൽ ആർക്കും പ്രഖ്യാപിക്കും. ഖർഗയെ ഇരുത്തിയിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ സഹോദരിയെ അവിടെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വലിയ കാര്യത്തിൽ എഴുതിയല്ലോ. കുടുംബക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കാനാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ റെഡിയായില്ലേ? ഈസി വാക്ക് ഓവർ ഒരിക്കലുമില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്ന് ഇരട്ടി വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഞങ്ങൾ ശക്തമായിട്ട് LDF പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, BJP വോട്ട് കൂട്ടുമെന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടാണ് മത്സരിക്കുന്നവർ പറഞ്ഞില്ലേ. പിന്നെ എന്താണ് അവർക്ക് പ്രാധാന്യമുള്ളത്? മത്സരം NDAയും INDയും ആയിരിക്കും. ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ പേര് എന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പ്രസിഡന്റിനെ ജീവനോടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാലും ഉണ്ടാവും. മത്സരിക്കാനുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് പാർട്ടി തീരുമാനിക്കും.
വ്യക്തിപരമായി അഭിപ്രായത്തിന് പ്രസക്തി വ്യക്തിപരമായിട്ട് അഭിപ്രായം ഉണ്ടായിട്ടാണോ മത്സരിച്ചത്? ബി ജെ പിക്ക് അകത്ത് അങ്ങനെ വ്യക്തിപരമായ ഒരാളുടെ തീരുമാനം നടപ്പാക്കുന്ന പാർട്ടിയല്ല. പാർട്ടി തീരുമാനം എല്ലാവരും നടപ്പാക്കും.